പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് 5:33 സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോ 1-2 ക്ലാസ്സുകൾ കൂടി നമുക്ക് ആവശ്യമായി വരും. എൻ്റെ ഒരു സഹോദരൻ ഇന്നലെ പറഞ്ഞു, അള്ളാഹുവും റസൂലും കൂടി ഒന്ന് വ്യക്തമായി വിശദീകരിച്ചാൽ ആ വചനം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കേണ്ടായി. ഞാൻ പറഞ്ഞു, അത് വിശദീകരിക്കാം, കുറച്ച് കൂടിയാണ് കഴിഞ്ഞോട്ടെ, അള്ളാഹു റസൂല് എന്ന കാര്യങ്ങളൊക്കെ. പടിപടിയായിട്ടാണ് നമ്മുടെ വിജ്ഞാനത്തിന്റെ മേഖല ഉയർന്നു വരിക. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവും റസൂലും എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം എന്ന് സൂചിപ്പിക്കേണ്ടായി. ഇന്നിപ്പോ നമ്മൾ പറഞ്ഞു നിർത്തിയ 1-2 വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന് ജിസിയാണ്, ഒന്നില് ഭ്രൂണശാസ്ത്രം. ഭ്രൂണശാസ്ത്രം അതിൽ 1, 2, 3 ഘട്ടങ്ങളൊക്കെ നമ്മൾ വിശദീകരിക്കേണ്ട. അതിന്റെ പദാർത്ഥ തലത്തിലുള്ള വിശദീകരണം നമുക്കറിയാം. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെക്കുറിച്ചാണ് ആ പറയുന്നത്. ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പ്രവാചകൻ അത് പറഞ്ഞു എന്ന രീതിയിൽ വിശദീകരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാര്, ജ്ഞാനികളുണ്ട്. അതിനെ നമ്മൾ തെറ്റാണെന്നോ അത് ശരിയല്ലെന്നൊന്നും പറയാൻ നമ്മൾ പോകുന്നില്ല. നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ, അതിൻ്റെ ആന്തരികമായ തലമാണ്, ആത്മീയമായ തലമാണ് നമ്മളത് വിശദീകരിക്കുന്നത്. ഒരു ആത്മീയ ഗ്രന്ഥത്തിൽ വിശദീകരിക്കേണ്ടത് അത് തന്നെയാണ്. ആ അള്ളാഹുവും റസൂലിനെയും ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞ എൻ്റെ സഹോദരൻ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ആത്മീയ ഗ്രന്ഥത്തില് മനുഷ്യന്റെ ഭക്ഷണം, വസ്ത്രം, അവന്റെ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല വിശദീകരിക്കേണ്ടത്. ആത്മീയമായ അവന്റെ ഉയർച്ചയെക്കുറിച്ച്, അവന്റെ ഉന്നമനത്തെക്കുറിച്ച് ആണ് ആ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുക. അല്ലാതെ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ വസ്ത്ര, ഭക്ഷണ രീതികൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും അനുകരിക്കണം, പിന്തുടരണം എന്ന് പഠിപ്പിക്കാനല്ല. എല്ലാ മനുഷ്യർക്കും ആവശ്യമായത് എന്താണോ അതാണ് അവിടെ ഒരു മനുഷ്യനാക്കി തീർക്കാനുള്ള കാര്യങ്ങളാണ്. അത് എല്ലാ പ്രദേശത്തെയും, എല്ലാ ജനതക്കും, എല്ലാ നാട്ടുകാർക്കും ആവശ്യമായ കാര്യങ്ങളാണ്. അതാണ് അതിൽ വിശദീകരിക്കേണ്ടത്. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, സുമ്മ കസൗനൽ ഇലാമ ലഹ്മ എന്ന് പറയുന്നത് ആ ഭാഗമാണെന്ന് വിശദീകരിക്കാൻ പോണം. അതിന്റെ പദാർത്ഥ തലത്തിലുള്ള അർത്ഥം സുമ്മ കസൗനൽ ഇലാമ ലഹ്മ, മാംസത്തെ നാം എല്ലുകളെ നാം പൊതിയുന്നു, ലഹ്മ മാംസം കൊണ്ട് എന്നുള്ളതാണ്. എല്ല് മാത്രമായിരുന്നു ആ കുഞ്ഞ്. പിന്നെ ആ എല്ലുകളെ മാംസം കൊണ്ട് പൊതിയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്ന, ആ മേഖലയിൽ വിജ്ഞാനം നേടിയ ആളുകളോട് ചോദിക്കാം. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തില് എല്ലുകളായിരുന്നു. പിന്നെ ആ എല്ലുകളെ മാംസം കൊണ്ടുവന്ന് പൊതിയാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിക്കുക, പഠിക്കുക. നമുക്കറിയാത്ത മേഖലയിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഇലാമ് എന്ന് പറയുന്നത് തഅലീമാണ് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്ലാതെ എല്ല് എന്നുള്ള അർത്ഥത്തിനല്ല. ഇപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൂചന നൽകുകയുണ്ടായി. സക്കരിയ പറയുന്നുണ്ട്, വഹനൽ അലുമു മിന്നി, എന്നിൽ നിന്ന് എൻ്റെ അലുമ്,
ദുർബലമായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലൊക്കെ ആകെ ഉരുമ്പിപ്പോയിരിക്കുന്നു എന്നല്ല. എനിക്ക് പിന്നെ എൻ്റെ റഅ്സ് ഷൈബയായിരിക്കുന്നു, എൻ്റെ തല നരച്ചിരിക്കുന്നു, എൻ്റെ എല്ലുകളൊക്കെ നുരുമ്പിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരണം. എനിക്ക് കുഞ്ഞുണ്ടാകേണ്ട പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എല്ലൊക്കെ നുരുമ്പിക്കാണ്, ദുർബലമായി പോയിരിക്കുകയാണ്. എൻ്റെ റഅ്സ് ഷൈബ, റഅ്സാണ്, റഅ്സിലെ ഷയറല്ല, മുടിയല്ല, തലേന്നെ നരച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞാൽ പറയും പ്രയോഗം അങ്ങനെ തന്നെയല്ലേ, തല നരച്ചു എന്നല്ലേ പറയാം, മുടി നരച്ചു എന്ന് പറയാറുണ്ടോ എന്നൊക്കെയാണ് പണ്ഡിതന്മാരായ ആളുകൾ ചോദിക്കാറുള്ളത്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് അലുമ് എന്ന് പറയുന്നത് അവിടെ സക്കരിയയുടെ അലുമ് എല്ലുകള് ദുർബലമാവുകയോ പൊടിഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് സക്കരിയയുടെ ആത്മീയമായ ആ തലം ദുർബലമാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തഅലീം അതാണ് ദുർബലമാവുന്നത്. വഹുവൽ അലിയുൽ അലീം എന്ന അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലേ. വമൻ യുഅല്ലിം ശആയിരില്ലാഹി എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ഷആറുകൾ അലുമായി ആര് അലുമാക്കുന്നുവോ എന്നാണ് പറയുന്നത്, തഅലീമാക്കുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. തഅലീമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹുവിന്റെ ഓരോരോ വസ്തുക്കള്, ചിഹ്നങ്ങള് അതിനെ ബഹുമാനിക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ ഷായറുകള് അതിനെ ഷാറാക്കിയിട്ട് ചില ആളുകൾ അതിനെ ആദരിക്കുന്നുണ്ട്, ഷായറുൻ നബി ആക്കിയിട്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഷായറ് ചില ആളുകള് ഷായറുൻ നബി അല്ലെങ്കിൽ ഷായറു റസൂലിനെ തഅലീമാക്കുന്നുണ്ട്. അതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തുതയെ യാഥാർത്ഥ്യമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. വമൻ യുഅല്ലിം ശആയിരില്ലാഹി എന്ന് പറയും. അപ്പോ അള്ളാഹുവിന്റെ ഷായർ എന്ന് പറഞ്ഞാൽ ദൈവികതയെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന അവന്റെ ഒരുപാട് വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നുണ്ട്. അതിനെ മനസ്സിലാക്കി അത് ജീവിതത്തിൽ തഹക്കീക്കാക്കുകയാണ്. അതിനെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അത് ഏതൊരു ലക്ഷ്യത്തിനാണോ അള്ളാഹു നൽകിയിട്ടുള്ളത് ആ ലക്ഷ്യത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനുള്ള ശുക്റാകുന്നത്. അത് ശുക്ർ ചെയ്യാത്തുമ്പോഴാണ് നമ്മൾ ഷിർക്കിലാകുന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ നമുക്ക് അബ്സാർ വൽ അഫീദത്ത ഖലീലമ്മ തഷ്കുറൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബസർ തന്നു, ഉൾക്കാഴ്ച തന്നു, അഫീദത്ത് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനും യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ തന്നു. പക്ഷേ ഖലീലമ്മ തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നത് കുറച്ചാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്ത് നടക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. അതിന് നന്ദി അല്ലാ ശുക്രല്ലക്ക എന്ന് പറഞ്ഞ് നടക്കല്ല. ആ വസ്തുക്കൾ ഏതൊരു ലക്ഷ്യത്തിനാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ലക്ഷ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തഹക്കീക്കാക്കുകയാണ് ചെയ്യുക. അപ്പോ ദൈവികമായ യാഥാർത്ഥ്യങ്ങള് തഹക്കീക്കാക്കുന്ന കാര്യത്തിൽ അല്പം പിറകോട്ട് പോയതാണ് വഹനുൽ അലുമു എന്ന് പറയുന്നത്. അതാണ് വഹനുൽ അലുമു എന്ന് പറയുന്നത്. അല്ലാതെ എല്ലുകള് ദുർബലമാവുകയോ പൊട്ടിപ്പൊടിഞ്ഞു പോവുകയോ ചെയ്യുന്ന അവസ്ഥയെ കുറിച്ചല്ല പറയുന്നത്. ഖുർആനിൽ എവിടെയും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അലുമ്, എല്ല് അല്ലെങ്കിൽ ലഹ്മ്, മാംസം എന്നുള്ള അർത്ഥത്തിന്. അതിന്റെ ആന്തരിക തലമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിന്റെ പദാർത്ഥ തലത്തില് ബോധുൽ അതിനയിലെ ബോധതലം നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. അതിന് നമ്മൾ എതിരല്ല, അത് കുറ്റം പറയുന്നില്ല. ഇസ്ലാമിന്
ഡിക്ഷണറിയിൽ അലുമ് എന്ന് പറഞ്ഞാൽ എല്ല് എന്ന അർത്ഥം ഡിക്ഷണറി നോക്കിയിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചതാണ് അലുമുൻ എല്ല്, ലഹമുൻ മാംസം എന്നുള്ളത്. പക്ഷെ ഒരു ആത്മീയ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോ അതിന്റെ ആശയതലമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോ സക്കരിയ എനിക്കൊരു കുട്ടിനെ തരണം, എന്റെ സ്വത്ത് അനന്തരമെടുക്കാൻ എന്ന് പറയുന്നത് എത്രത്തോളം ഒരു പ്രവാചകന്റെ ആവശ്യം ചെറുതായി പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രവാചകന്റെ തലത്തിലേക്ക് എത്തിയ, സക്കിയായ റുഹിയത്തിലേക്ക് എത്തിയ ഒരാളുടെ ആവശ്യം അതല്ല. ആ വിജ്ഞാനത്തിന്റെ ഗ്രേറ്റ്നെസ് നഷ്ടപ്പെടുകയും അതിന് അനന്തരം കൊടുക്കേണ്ടതിനെ കുറിച്ചുമാണ് അവിടെ ആവശ്യപ്പെടുന്നത്. റഹ്സ് ഷൈബയാകുന്നതാണ്. വജാലൽ വിൽദാന ഷീബ എന്നൊക്കെ പറയുന്നതുണ്ട്. അന്ത്യനാളില് ചെറിയ കുട്ടികൾ വരെ ഷീബ തല നരച്ച് വയസ്സന്മാരാവും എന്നൊക്കെ പറയുന്ന വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. വിൽദാനും മുഖല്ലദും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്നും ശാശ്വതരായ കുട്ടികളായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നും അവർ കുട്ടികൾ തന്നെയായിരിക്കും, വിൽദാനുകളായിരിക്കും, അങ്ങനത്തതായിരിക്കും, അവർക്ക് പ്രായം വരികയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ വിശദീകരണങ്ങളുണ്ട്. അവനിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ് ഷൈബായി പോകുന്നത്. അതാണ് വലുത്. അല്ലാതെ ബയോളജിക്കലായ ഒരു കുഞ്ഞിനെ കുറിച്ചല്ല അവിടെ പറയണം. കുട്ടികളല്ല. യൗമൻ യജ്അലുൽ വിൽദാന ഷീബ. അത് ഞാൻ ഷീബ വിൽദാൻ എന്നുള്ളത് വേറൊരു വിഷയമായിട്ട് തന്നെ പറയാം. അപ്പൊ റഹ്സ് എന്ന് പറയുന്നത് നമ്മുടെ സക്കരിയയുടെ റഹ്സാണ്, ചിന്തയാണ് ഷൈബായി പോകുന്നത്. അത് വേറൊരു വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടെ വഹനൽ അലുമോ എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പൊ ആത്മീയമായ ഗ്രേറ്റ്നെസ്, ആ വിഷയങ്ങള്, ആത്മീയമായ അറിവുകൾ, അത് ആത്മീയമായ ജ്ഞാനങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരു വഹന് വരുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സക്കരിയ അനന്തരം കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്, എന്റെ സ്വത്തൊക്കെ അനന്തരമെടുക്കാൻ ഒരാളില്ലാതെ പോയാലല്ലോ. എരിസുനി വയരിസുമിന്നാലി യാക്കൂബ എന്ന് പറയുന്നത്, ആലു യാക്കൂബിൽ നിന്ന് അനന്തരമെടുത്തത് പിൻതലമുറക്ക് കൊടുക്കാൻ എനിക്കൊരു വലത് വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുലാമിനെ വേണം എന്ന് പറയുന്നത്, തൻ്റെ സ്വത്ത് അനന്തരമെടുക്കാനുള്ള ഒരു ഗുലാമിനെയല്ല, തൻ്റെ വിജ്ഞാനങ്ങളെ, അറിവുകളെ അനന്തരമെടുക്കാനുള്ള ചിന്തകളാണ് ആവശ്യപ്പെടുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി എൻ്റെ സഹോദരങ്ങൾ. അതാണ് വഹനൽ അൽമു എന്ന് പറയുന്നത്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ എന്ന് സൂറത്ത് ഖിയാമിൽ പറയുന്നുണ്ട്. ഖിയാം എന്നുള്ള ഖിയാം എന്ന് അറിയാതെ പറഞ്ഞു പോയതല്ല, അവിടെ എഴുത്ത് അത് അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോ ഇനി യൗമുൽ ഖിയാമ എന്ന് തന്നെ പറഞ്ഞോളൂ. യൗമുൽ ഖിയാമ, ഖിയാമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ യഥാർത്ഥ മൂല്യത്തിലേക്ക് എത്തുന്ന വേളയാണ് ഒരാളുടെ യൗമുൽ ഖിയാമ. യൗമ യഖൂമുൻ നാസു ലി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീന് വേണ്ടി അവൻ നിലകൊള്ളുന്ന, അതുമായി മുന്നോട്ട് പോകുന്ന ആ വേളയാണ് അവിടെ. ആ വേളയിലെ ആണ് ആ യഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, അവന്റെ മൂല്യങ്ങൾ, അവന്റെ ഗ്രേറ്റ്നെസ് മുഴുവൻ അവനിൽ ഒരുമിച്ച് ചേർക്കാൻ എനിക്ക് കഴിയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാതെ പല ഭാഗത്തും തഫ്രീഖത്തായ, പല ഭാഗത്തും ഛിന്ന ഭിന്നമായി കിടക്കുന്ന അവന്റെ എല്ലുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് നാളെ പരലോകത്തിൽ അവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത് എന്നല്ല. എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരാളുടെ ഖിയമ് എന്ന് പറയുന്ന അഹ്സനു തഖ്വീം, യൗമ യഖൂമുൻ നാസു ലി റബ്ബിൽ ആലമീൻ. യൗമുകളൊക്കെ നമുക്ക് ഓരോ യൗമുകളും വിശദീകരിക്കാനുണ്ട്. യൗമുൽ ബഅസ് എന്താണ്, യൗമുൽ ഖിയാം എന്താണ്, യൗമുൽ ആഖിർ എന്താണ്, യൗമുൽ തഗാബുൻ എന്താണ്, യൗമുൽ ജുമുഅ എന്താണ്. ഇതൊക്കെ അയ്യാമില്ലകളാണല്ലോ, അള്ളാഹുവിന്റെ യൗമുകളാണല്ലോ. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കാത്തത്.
ലാ യർജൂന അയ്യാമില്ല ഫദക്കിർ ബി അയ്യാമില്ല എന്ന് പറയുന്നത് അതാണ്. അള്ളാഹുവിന്റെ അയ്യാമുകൾ കൊണ്ട് അവരെ തദ്കീർ, ദക്കിയായ റുയത്തിലേക്ക് അവരെ കൊണ്ടുവരണം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ ഖിയമിലേക്ക് ഒരു മനുഷ്യന്റെ ശരിയായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന, മാനവികമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു മാനവിക തലത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ അവന്റെ ഇലാമുകളൊക്കെ, അവന്റെ ആത്മീയമായ ഗ്രേറ്റ്നെസ് ഒക്കെ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടി അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ, ആ ജ്ഞാനങ്ങളൊക്കെ അവനിൽ ശേഖരിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? ബല ഖാദിരീന അലാ നുസവ്വിയ ബനാന. അപ്പൊ അവിടെ അവന്റെ വിരൽ തുമ്പുകൾ വരെ എനിക്ക് ശരിയാക്കാൻ സാധിക്കും എന്നല്ല. തസ്വിയത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു മനുഷ്യന്റെ ആത്മീയ തലം ശരിയാക്കലാണ്, അവന്റെ ബോധതലം തസ്വിയത്താക്കലാണ്. അതാണ് സുമസ്തവ ഇലസമായി ഫസവ്വാഹുന്ന എന്ന് പറയുന്നത്. അതാണ് സമാവ് സവ്വാഹുന്ന എന്ന് പറയാനുള്ള കാരണം. അല്ലെങ്കിൽ സമാവ് ഏകവചനാണെങ്കിൽ സവ്വാഹ എന്നല്ലേ പറയും. നഫ്സിം വമാ സവ്വാഹ എന്ന് പറയുന്നത് നഫ്സിനെയാണ് തസ്വിയത്ത്. അപ്പോ ഈ തസ്വിയത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബനാന എന്നാണ്, എല്ലുകളെന്നല്ല, അവന്റെ ബുനിയാനുകളാണ്. അവൻ എന്തൊക്കെ ബിനാവ് ചെയ്തിട്ടുണ്ടോ, അവൻ ഇതുവരെ കെട്ടിപ്പടുത്ത എന്തൊക്കെ അറിവുകളുണ്ടോ, നിർമ്മിച്ച അറിവുകളുണ്ടോ, ആ ബനാനകളെയാണ് ഫളിരിബു എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് അവർക്ക് ലിയാഉം റുയത്തും ബയാനും കൊടുക്കണം. അല്ലാതെ പിന്നെ കഴുത്തിന് വെട്ടിയിട്ട് പിന്നെ നടന്ന് ഓരോ വിരൽ തുമ്പുകളും നിങ്ങൾ നടന്ന് വെട്ടിക്കോളിന്നല്ല. ഓരോ കാഫിറിന്റെ പിന്നെ ആദ്യം കഴുത്തിന് വെട്ടി അവരെ കൊന്ന് താഴെ ഇടുക, എന്നിട്ട് പിന്നെ നടന്ന് ഓരോരുത്തരുടെയും വിരൽ തുമ്പുകള്, കാലിന്റെയും കയ്യിന്റെയും വിരൽ തുമ്പുകൾ നിങ്ങൾ വെട്ടുക എന്നല്ല. അങ്ങനെ എഴുതി വെച്ചേക്കണത്. എന്നിട്ട് ആ ഗ്രന്ഥത്തെ വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രന്ഥത്തെ വിമർശിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ബന എന്ന് പറയുന്നത് ബിന ആണ് അവൻ കെട്ടിപ്പടുത്ത അവന്റെ ഉള്ളിലെ അറിവുകളാണ്. അതില് ഊഹങ്ങളാണ്, കെട്ടുകഥകളാണ്, ഐതിഹ്യങ്ങളാണ്. അതൊക്കെ ശരിപ്പെടുത്തി അവനെ ഉയർത്തി കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഇലാമ എല്ലല്ലേ എന്ന് സംശയിക്കാവുന്ന 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചത്. ഒന്ന് സക്കരിയയുടെ വഹനൽ അലമു എന്ന് പറയുന്നത്. സക്കരിയയുടെ തളീമാണ്, അലമത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, വഹനാണ്, ദുർബലമായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊക്കെ സംഭവിക്കുക. അത് ഒരു റസൂലിന് സംഭവിക്കുമ്പോ നമുക്ക് സംഭവിക്കാതിരിക്കുമോ? റസൂൽ എത്രയും ഉയർന്ന സ്ഥാനത്താണ് സക്കരിയൊക്കെ. അപ്പോ ആ കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. അതിന്റെ ആന്തരികമായ തലം അതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഇവന്റെ ആത്മീയമായ ഇലാമിനെയാണ് ലഹ്മ ചെയ്യുന്നത് എന്നർത്ഥം. അതിനെ ദുർബലമായി പോകാൻ അനുവദിക്കാതെ അതിന് ശക്തി, അതിനെ തൽഹീമാക്കുകയാണ്. അതിന് എവിടെയൊക്കെ കേടുപാടുകളുണ്ടോ അതിനെയൊക്കെ നേരാക്കി വിളക്കി ശക്തി കൊടുക്കുന്ന പണിയാണ് അള്ളാഹു ചെയ്യുന്നത്. അതാണ് ലഹാം എന്ന് പറഞ്ഞല്ലോ. നമ്മള് ലഹാം എന്ന് പറഞ്ഞാൽ മാംസ കച്ചവടക്കാരെന്നല്ല, വെൽഡർ എന്നാണ്. ഇൽത്തിഹാം ചെയ്യാണ് അതിന്. ഭാഷ അറിയുന്ന ആളുകൾക്ക് ഇൽത്തിഹാം എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ലഹമത്ത് ത്വയ്രി എന്ന് പറഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റ് ആണ്, അവന്റെ ബുദ്ധിപരമായ ബോധമണ്ഡലത്തിന്റെ ആത്മീയമായ ത്വയ്റാണ്, അവന്റെ ഉയർച്ചയെ കുറിച്ചാണ്. അവന്റെ ഹലക്കനാക്കും അത്തുവാറ തൗറായിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ. ഘട്ടം ഘട്ടമായ അവന്റെ ഉയർച്ചയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനാണ് ലഹ്മ ചെയ്യുന്നത്, അതിനെയാണ് ഇൽത്തിഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവർക്ക് അങ്ങനത്തെ ഒരു ഇത് അവർക്ക് ജന്നത്തുൽ മാരിഫത്തിലേക്ക് എത്തിയാൽ അവർക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് പക്ഷിയുടെ മാംസം
ഒരു അതിന്റെ കരള് സ്റ്റാർട്ടറായിട്ടുണ്ടാവും എന്ന് പറയുന്ന സ്വർഗത്തിൽ ആദ്യ ഭക്ഷണം അതായിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതൊന്നും നമ്മുടെ വിഷയമല്ല. അതിന്റെ പിറകെ പോകാനൊന്നും എനിക്ക് താല്പര്യമല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ പറയുന്ന ആളുകൾക്ക് അങ്ങനെ പറയാം. ലഹമ ത്വയ്രിൻ എന്ന് പറഞ്ഞ പക്ഷിയുടെ മാംസം, അതിന് മീനിന്റെ അല്ലെങ്കിൽ പക്ഷിയുടെ ഒക്കെ കരളായിരിക്കും അവിടുത്തെ സ്റ്റാർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ക്ലാസ്സുകൾ, പ്രസംഗങ്ങളൊക്കെ എവിടെയോ കേൾക്കുന്നുണ്ടായി മുമ്പ്. അപ്പൊ അങ്ങനെ വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിന് അവകാശമുണ്ട്, അവർ ചെയ്തോട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ പറയണത് അതിനെ ഇൽത്തിഹാമ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തഅലീമ് ദുർബലപ്പെട്ട് വഹനായി പോകാതിരിക്കാൻ, ആത്മീയമായ ആ ഉയർച്ചയും അത് ജീവിതത്തിൽ നമ്മൾ തഹക്കീക്കാക്കുന്നത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി അള്ളാഹു അതെന്ത് ചെയ്യുന്നു? അതിനെ ഇൽത്തിഹാമ് ചെയ്ത് കൊണ്ടുവരുന്നു, അതിന് ശക്തി പകർന്നു കൊണ്ടിരിക്കുന്നു, അതിന്റെ കേടുപാടുകളൊക്കെ തീർത്ത് അതിന് ശക്തി നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞത്. അതാണ് ഫകസൗനൽ ഇളാമ ലഹമ എന്ന് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഗർഭസ്ഥ ശിശു ആദ്യം എല്ലായിരുന്നു, പിന്നെ മാംസം കൊണ്ട് അതിനെ പൊതിയാണ് ചെയ്യണത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കും. നമ്മളതിൻ്റെ ആത്മീയ തലമാണ്. അതിനാണ് ഞാൻ ഒമയു അലീം ഷായിരില്ലാഹി പറഞ്ഞു, വഹുവൽ അലിയുൽ അലീം എന്ന് പറഞ്ഞു. ആ യഹ്സബുൽ ഇൻസാനു അല്ല നജ്മ ഇലാമ എന്ന് പറഞ്ഞു. അവിടെ എല്ലുകള് എല്ലാം തഫ്സീറിൽ എഴുതിയിരിക്കുന്നത് തഫ്രീക്കത്തായ മുഫറക്കായി കിടക്കുന്ന, പല ഭാഗങ്ങളായിട്ട് വേർപിരിഞ്ഞ് കിടക്കുന്ന, എവിടെ എല്ലുണ്ടാകുക? ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു കബറ് മാന്തിയൊക്കെ അതിൽ എന്ത് എല്ലാം ഉണ്ടാകുക? പിന്നെ ആ എല്ലുകളൊക്കെ ഇപ്പൊ എവിടെയാണ് തഫ്രീക്കത്തായിട്ട് കിടക്കുന്നത്? എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ നമ്മൾ വിമർശന വിധേയമാക്കുന്നില്ല. അതിനെ പോസ്റ്റ്മോർട്ടം നടത്തലൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ അവന്റെ തഅലീം, അവന് നഷ്ടപ്പെട്ട എന്തൊക്കെ തഅലീമുകളുണ്ടോ അതൊക്കെ അവനിലേക്ക് ശേഖരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അങ്ങനെ അവനെ ഖിയമിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതിനെന്താ നിങ്ങൾക്ക് സംശയം? നിങ്ങൾ അതിന് തയ്യാറായാൽ മതി എന്നാണ് പറയണത്. നിങ്ങൾ എന്തൊക്കെ ഇതുവരെ കെട്ടിപ്പടുത്ത ആശയങ്ങളുണ്ടോ അതിനെയൊക്കെ തസ്വിയത്ത് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ബലാ ഖാദിരീന അല അൻ നുസവ്വിയ ബനാന എന്ന് പറയുന്നത്. ആ ബനാനൻ ഫളരിബു ഫൗക്കൽ അഅനാഖി വളരിബു കുല്ല ബനാൻ എന്ന് സൂറത്തു അൻഫാലിൽ 12 പറഞ്ഞ ആ ബനാൻ, കാഫിരീങ്ങളുടെ ആ ബനാനാണ് നേരാക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് അവർക്ക് വ്യക്തമായ വിശദീകരണവും വെളിച്ചവും കാഴ്ചപ്പാടും അവർക്ക് നൽകേണ്ടത്, ഉൾക്കാഴ്ചയും അവർക്ക് നൽകേണ്ടത്. അല്ലാതെ എന്ത് പ്രായോഗികതയാണ്? നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക, എന്ത് മനുഷ്യത്വം ഉള്ള മാനവികമായ വേദമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കഴുത്തിന് വെട്ടിയിട്ടു, ശരി, പിന്നെ ഓരോ കബദ്ധങ്ങളുടെയും ഓരോ ജഡങ്ങളുടെയും നടന്ന് കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകൾ വെട്ടണം എന്ന് പറയുന്നതിൻ്റെ എന്ത് പ്രായോഗികതയാണ്, എന്ത് മാനവികതയാണ്, എന്ത് യുക്തിഭദ്രതയാണ് ഇതൊക്കെ പറയാനുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അയനാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്ത് നിന്ന് എവിടുന്നേ കിട്ടിയത്? അവരുടെ എഴുത്തിനാക്കല്ലേ? അവർ ഇതുവരെ എന്തൊക്കെ ആശ്ലേഷിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ടോ ആ ആശയങ്ങളല്ലേ? അതാണല്ലോ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാൽ എന്ന് പറഞ്ഞാൽ അവരുടെ അയനാക്കിൽ ചങ്ങലകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിലാണോ ചങ്ങല? അതൊന്നും തീരെ ചിന്തിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാത്തത്? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ നിർത്തുകയാണ്. ഇനിയും ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ വരാനുണ്ട്. അപ്പോൾ ഇവിടെ വിട്ടുപോയ കാര്യങ്ങൾ അപ്പോൾ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സലാം.